BMH കൺവെൻഷൻ ക്വസ്റ്റ്യൻ അവറിൽ ഈ ആഴ്ച നമ്മളോടൊപ്പം അതിഥിയായി ചേരുന്നത് BJP സംസ്ഥാന സെക്രട്ടറി കെ രഞ്ജിത്താണ്. കേരളത്തിലും ആളുകൾക്ക് BJPയോടുള്ള മനോഭാവത്തിൽ വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് കെ രഞ്ജിത്തിന്റെ വിലയിരുത്തൽ. ഇപ്പം കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ് BJP. വീണ്ടും 5 വർഷം മറ്റൊരു മുന്നണി പരീക്ഷിക്കുന്നു. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരീക്ഷിക്കല്ലാതെ കേരളം വികസനത്തിൻ്റെ കാര്യത്തിൽ വളരെ പുറകോട്ടുള്ള സംസ്ഥാനമാണ്. കേരളത്തിലൊരു മാറ്റം വേണം. ഒരു മുന്നണി 2 മുന്നണികളിൽ നിങ്ങൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി 10-60 വർഷമായി പരീക്ഷിച്ച് പരാജയപ്പെടുകയാണ്. കേരളത്തിലെ യഥാർത്ഥ വികസനം എത്തിക്കുന്നതിന് വേണ്ടി ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു അവസരം തരണം. കഴിഞ്ഞ കുറേ കാലങ്ങളായി ഭാരതീയ ജനതാ പാർട്ടിയെ വളർച്ചയെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി വളരെ സിസ്റ്റമാറ്റിക്കായ പ്രവർത്തനം നടത്തുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. കേരളത്തിൻ്റെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം കാണാൻ BJP നയിക്കുന്ന ഒരു മുന്നണിക്ക് മാത്രമേ സാധിക്കൂ എന്ന രീതിയിൽ ചിന്തിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും BJP കേരളത്തിൽ നിർണായക ശക്തിയായി മാറും എന്ന് പറയുമ്പോൾ ന്യൂനപക്ഷങ്ങളുടെ വോട്ടും ഇത്തവണ BJPക്ക് ലഭിക്കും എന്ന ആത്മവിശ്വാസത്തിലാണ് BJP ഉള്ളത്. ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് വലിയ തോതിൽ വോട്ട് ലഭിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അതിൻ്റെ പ്രതിഫലനമാണ് കോൺഗ്രസിൻ്റെ പുനഃസംഘടനയിൽ വരെ കണ്ടതെന്നാണ് കെ രഞ്ജിത്ത് വിശദീകരിക്കുന്നത്. BJP ഇതാ അവിടെ ഉത്തരേന്ത്യയിൽ ക്രിസ്ത്യാനികളെ ആക്രമിക്കുന്നു, ക്രിസ്ത്യാനികളെ പള്ളി തകർക്കുന്നു. ഇത് കുറേ കാലങ്ങളായി ഇവരിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുക. BJP എന്ന് പറഞ്ഞാൽ വേറെ എന്തോ ഒരു വലിയൊരു സംഭവമാണ്. BJPയോട് ഒരു കാരണവശാലും BJPയായിട്ട് സഹകരിക്കാൻ പറ്റാത്ത രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിലാണല്ലോ പ്രചരണം നടത്തുന്നത്. ആളുകൾ BJPയിലേക്ക് വരുന്നുണ്ട് മലപ്പുറം ജില്ലയിൽ. പക്ഷേ BJPയിലേക്ക് വരുന്നു എന്ന് കാണുമ്പോൾ തന്നെ അവരെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുകയാണ് ചില ഇസ്ലാമിസ്റ്റുകൾ. ഞാൻ നേരത്തെ പറഞ്ഞ ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ആളുകൾ പോലും ചർച്ച ചെയ്തല്ലോ. യഥാർത്ഥത്തിൽ മണിപ്പൂരിൽ എന്താണ് നടക്കുന്നത്? മണിപ്പൂരിൽ ക്രിസ്ത്യാനികൾക്ക് നേരെയാണോ? അങ്ങനെ സമുദായങ്ങൾ തമ്മിലുള്ള പ്രശ്നമല്ല, ക്രിസ്ത്യാനികൾക്ക് നേരെയല്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള യഥാർത്ഥ വസ്തുത ജനങ്ങൾ ബോധ്യപ്പെട്ടു കഴിഞ്ഞു. അപ്പോൾ ആ മാറ്റമാണ് ക്രിസ്തീയ സമുദായത്തിനിടയിൽ. എല്ലാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തും BJPക്കെതിരെ പറയുന്നൊരു ആരോപണമാണ് BJP വോട്ട് കച്ചവടം നടത്തി, BJP UDFന് വോട്ട് മറച്ചു കൊടുത്തു, ചില സ്ഥലത്ത് BJP LDFന് വോട്ട് മറച്ചു കൊടുത്തു. ഇതൊക്കെ ഒരു പൊള്ളയായ ഒരു പ്രചരണം മാത്രമാണ്. BJPയെ സംബന്ധിച്ചോളം BJPയുടെ വോട്ട്, ഉറച്ച വോട്ട് എന്ന രീതിയിൽ BJPക്ക് എല്ലായ്പ്പോഴും കേരളത്തിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ മുന്നേറ്റത്തോടുകൂടി കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ വലിയൊരു മാറ്റം വരും. പല മുന്നണികളും BJP നയിക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തോടൊപ്പം ചേരാൻ തയ്യാറാവും. പല രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട ആളുകളും BJPയോടൊത്ത് പ്രവർത്തിക്കാൻ തയ്യാറ്. ഇപ്പം തന്നെ ഒരുപാട് ആളുകൾ BJPയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കെ രഞ്ജിത്തുമായുള്ള BMH കൺവെൻഷൻ ക്വസ്റ്റ്യൻ അവർ ഞായറാഴ്ച രാത്രി 9 മണിക്ക് കണ്ണൂർ വിഷനിൽ. മറക്കാതെ കാണുക ക്വസ്റ്റ്യൻ അവർ.